തീരദേശ മേഖലയിൽ താമസിക്കുന്ന മനുഷ്യരുടെ ഒരു സങ്കട വാർത്തയിലേക്കാണ്. സബ്സിഡി മണ്ണെണ്ണയുടെ വില വർദ്ധിച്ചതോടെ പ്രതിഷേധത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. 103 രൂപയിൽ നിന്ന് 155 രൂപയായാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. വരൾച്ചാ കാലത്ത് മത്സ്യത്തിനായി കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുമ്പോഴാണ് ഈ വില വർധന തിരിച്ചടിയാവുന്നത്. സബ്സിഡി മണ്ണെണ്ണയുടെ വില 50% ഒറ്റയടിക്ക് ഉയർന്നതോടെയാണ് മത്സ്യബന്ധന മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് എത്തിയത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പരിമിതമായ അളവിൽ ലഭിക്കുന്ന മണ്ണെണ്ണ കൊണ്ട് മാസത്തിൽ 1-2 ദിവസം മാത്രമാണ് മത്സ്യബന്ധനയാനങ്ങൾ പ്രവർത്തിപ്പിക്കാനാകുന്നത്. ബാക്കി മുഴുവൻ ദിവസവും കരിഞ്ചന്തയിൽ നിന്ന് കൂടിയ വിലയ്ക്ക് മണ്ണെണ്ണ വാങ്ങേണ്ടി വരും. സർക്കാർ വില വർദ്ധിപ്പിച്ചതോടെ പുറത്തും വില കുത്തനെ ഉയരുന്ന സ്ഥിതിയാണ്. നമ്മുടെ ഈ മണ്ണെണ്ണന്റെ വിലയും മീനിന്റെ വിലയും കൂടി നമുക്ക് വളരെ ഡിഫറൻസ് വരുന്നുണ്ട്. നമ്മൾ കയ്യിൽ നിന്ന് പൈസ വെക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ എല്ലാ നിലക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. മണ്ണെണ്ണൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എണ്ണക്കായ് എന്നൊരു സംഭവമുണ്ട്. ഞങ്ങളെ ചെറുവെള്ളമായാലും ചെറു തോണിയായാലും വലിയ വെള്ളമായാലും അതുകൂടെ മുതലായി വരുന്നില്ല. ജനുവരി മുതൽ മെയ് വരെ കടലിൽ വരൾച്ചാ കാലമാണ്. തീരദേശത്ത് മാത്രമായി കേന്ദ്രീകരിച്ച് മത്സ്യബന്ധനം നടത്തുന്ന പരമ്പരാഗത യാനങ്ങൾക്ക് മത്സ്യബന്ധനത്തിനായി കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായും വരും. ഈ സാഹചര്യത്തിൽ ഇരുട്ടടിയായാണ് മണ്ണെണ്ണയുടെ വില കുത്തനെ വർദ്ധിച്ചത്. മറ്റു വഴികളില്ലാതെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് തൊഴിലാളികൾ. സാമ്പത്തിക പ്രതിസന്ധിയും കാലാവസ്ഥാ വ്യതിയാനവും മറ്റടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും അടക്കം ദിനംപ്രതി നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. ഇതിനു പുറമെയാണ് ഇന്ധനവില ഉയരുന്നതടക്കമുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നത്. മത്സ്യബന്ധന മേഖലയെ സംരക്ഷിക്കാൻ എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ലിഡിയ ജേക്കബ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.